നിങ്ങൾ വണ്ടി നിർത്തുന്നുണ്ടോ? വണ്ടി ഇപ്പൊ നിർത്താൻ പറ്റത്തില്ല. എടാ പൊട്ടക്കണ്ണോ, നിങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്താൻ. പൊട്ടക്കണ്ണോ നമ്മൾ ചെവുക അടിച്ചാൽ മതി. എന്റെ ഭർത്താവ് ഓർത്തണം. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളോടാ ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള അടിയാ. അടങ്ങിയിരിക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടി. വണ്ടി നിർത്തില്ലെങ്കിൽ ഞാൻ നിർത്തി ചാടും. ഇതിനും ഭേദം അതാ. ചേച്ചി ചാടുന്നെങ്കിൽ ചാടും, അല്ലെങ്കിൽ ഞാൻ ചാടും. നിന്നോട് അവർ അടങ്ങിയിരിക്കായിരുന്നു. വണ്ടി നിർത്താൻ. ഈ പൊടി നിർത്തണോ വണ്ടി? താൻ ഇത് ഉരുട്ടിയങ്ങുവാ, ഞാൻ ഓട്ടോ വിളിച്ചു വന്നോളാം. ചേച്ചി നിക്ക് ചേച്ചി. ഒരു വഴിക്ക് ഇറങ്ങി അപ്പൊ തുടങ്ങും രണ്ടെണ്ണം കൂടി. ചേച്ചി 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 എന്റെ പൊന്നു ചേച്ചി, നാണം കെടുത്തല്ലേ ചേച്ചി, ആൾക്കാരെല്ലാം നോക്കുന്നു. വേണ്ടേ, നിന്റെ ചേട്ടനെ കൂടി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. 5-6 മാസം കൊണ്ട് തുടങ്ങിയത്. ഞാൻ വരില്ല വണ്ടിയില്. വണ്ടി കയറാ പറഞ്ഞു. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറി. വേണ്ടേ, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വണ്ടി കയറി പോക്കോ. ഞാൻ എന്തായാലും വരില്ല. എന്റെ പൊന്നിയേട്ട ഇവര് ഭാര്യയും ഭർത്താവുക. എന്റെ ചേട്ടനും ചേച്ചിയുവാ. ഭാര്യയും ഭർത്താവാണോ? അവരാണ് കുടുംബസമേതം റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം വേറൊന്നും അല്ല ചേട്ടാ. ഞങ്ങൾക്കൊരു പുതിയ വീട് വെക്കണം. പുതിയ വീടിന് വേണ്ടി പഴയ വീട് പൊളിച്ചിട്ട് ഒരു വാടക വീട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 മാസം ആവുന്നു. അതിന്റെ കോൺട്രാക്ട് തീരാൻ ഇനി 8 മാസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾക്കൊരു വീട് വേണം. അതാണോ പ്രശ്നം? വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബിൽഡേഴ്സിനെ ഏൽപ്പിക്കണം. റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് നല്ലൊരു ബിൽഡേഴ്സിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ചിലയിടത്ത് പോയാലും ഞങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല, അവർ പറഞ്ഞാൽ ഞങ്ങൾക്കും മനസ്സിലാവത്തില്ല. പിന്നെ ചിലയിടത്താണെങ്കിലോ ഈ ചേട്ടന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെടാമല്ലോ, വീട്ടിൽ ഇരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഇതാണ് ഇവരുടെ മെയിൻ വഴക്ക്. ഇതാണോ പ്രശ്നം? അതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. നല്ല ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് പൂർണ്ണേന്ദു. പൂർണ്ണേന്ദു നമ്പർ ഉണ്ടോ ചേട്ടാ? എന്റെ പൊന്നിയേട്ടാ, ഒരു പൂർണ്ണേന്ദുവും വേണ്ട, ഇന്ദുലേഖയും വേണ്ട. കണ്ട പെണ്ണുങ്ങളെയൊക്കെ പണിയേൽപ്പിച്ചാലേ അത് പാതി വഴിക്ക് കിടക്കും. ഇങ്ങനെ നല്ല 1-ാം തരം കോഴിയാ. ഇപ്പൊ തന്നെ വേണ്ട പെണ്ണുങ്ങളുടെ നമ്പർ ചോദിച്ചത്. ഈ പൂർണ്ണേന്ദു എന്ന് പറയുന്നത് പെണ്ണൊന്നുമല്ല, നല്ലൊരു ബിൽഡേഴ്സാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് കായംകുളത്തും പരിസര പ്രദേശങ്ങളുമായിട്ട് ഏകദേശം 300-ൽ പരം വീടുകൾ അവർ പണിതിട്ടുണ്ട്. അവരുടെ വീട് കാണാനും നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മെറ്റീരിയൽ കണ്ട് അതിൻ്റെ ക്വാളിറ്റി വിലയിരുത്താനും നമുക്ക് പറ്റും. അധിക ചിലവ് വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ്. കൂടാതെ വാസ്തുപ്രകാരം പ്ലാൻ തയ്യാറാക്കി സ്ഥാനം നിർണ്ണയിച്ച് കല്ലിട്ട് താക്കോലി തരുന്നിടം വരെയുള്ള എല്ലാ വർക്കുകളും അവർ ചെയ്തോളും. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കും പൂർണ്ണേന്ദു ഹോം ഡിസൈൻസിൽ പോകണോ അത് വഴിയൊക്കെടുത്ത് തല്ലുകൂടണമെന്ന്. അപ്പൊ നമുക്കിനി പൂർണ്ണേന്ദുലോട്ട് പോവാ അല്ലടി? പൂർണ്ണേന്ദു ഹോം ഡിസൈൻസ് പോയാലോ? അവിടെ കയറണ്ട. ഞാൻ വണ്ടി കയറിയില്ല. എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ എവിടെ പോവാ? നിനക്ക് ഓട്ടോയില്ല ഇഷ്ടം, നീ ഓട്ടോയ്ക്ക് വന്നാൽ മതി. എങ്ങോട്ടാ പറഞ്ഞ അറിയാലോ? പൂർണ്ണേന്ദു ടാറ്റാ. എന്നെ കൂടെ കൊണ്ടുപോടോ? ചെറുതാകട്ടെ വലുതാകട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരുത്ത് കൂട്ടുവാൻ ഇന്ന് തന്നെ ഞങ്ങളെ സമീപിക്കൂ. From designs to reality, we make it happen. We bring your vision to life. Poonendu Home Designers, Kayamkulam.